കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഇഗ്നോ ഫോക്കസ് 3.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 2024 എക്സാം എഴുതാൻ പോകുന്ന MEC 101 മൈക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് അനാലിസിസ് എന്ന സബ്ജക്റ്റ് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ഒരു സിലബസിൽ നിന്നുകൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് ഇനി ഒന്ന് റിവൈസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏത് നമ്മുടെ എക്സാം സ്ട്രാറ്റജിയാണ്, അങ്ങനെ നമ്മുടെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ളതും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ്, അതിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഒരു ഐഡിയ തരാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സിലബസിൽ വരുന്ന ഒരു ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ പ്രീവിയസ് എക്സാംസിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ നമ്മുടെ ഈ ഒരു സിലബസിൽ ഏത് ടോപ്പിക്കിന് എത്രമാത്രം വെയിറ്റേജസ് ഉണ്ട്, ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അതുപോലെ നമുക്ക് പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളും നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ആൻസർ കീയും കാര്യങ്ങളും നമ്മുടെ ലേൺവൈസ് ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ഒരു 3 hours സെറ്റ് ചെയ്ത് സാധാ എക്സാംസ് എഴുതുന്ന പോലെ തന്നെ ആ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ആൻസർ ചെയ്യുക. എന്നിട്ട് ലേൺവൈസ് ആപ്പിലുള്ള ആൻസർ ഷീറ്റുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രമാത്രം അതിൽ കറക്ഷൻ വരുത്താനുണ്ട് എന്നെല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒരു സെൽഫ് ഇവാലുവേഷൻ നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതായിരിക്കും. നമുക്ക് വരുന്ന ഒരു എക്സാമിലോട്ട് നിങ്ങളെ വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ ഒരു നല്ല രീതിയിൽ നിങ്ങളെ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ വേറൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സിലബസിന്റെ ഒരു മാപ്പിംഗ് നമുക്ക് കാണാൻ പറ്റും. അതായത് ബ്ലോക്കുകളായിട്ടും യൂണിറ്റുകളായിട്ടും ടോപ്പിക്സുകളായിട്ടും തിരിച്ചിട്ട് നമ്മുടെ എക്സാംസ് റെലവൻസിന്റെ ബേസിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഏത് ഏരിയസ് ആണ് എന്നുള്ളതെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിൽ എത്രമാത്രം ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, ആ ഒരു ടോപ്പിക്കിന്റെ ഫ്രീക്വൻസീസ് എങ്ങനെയാണ് എന്നുള്ളതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ടോപ്പിക്സുകളിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമുക്കിതിൽ അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്രമാത്രം ടോപ്പിക്സ് നമുക്ക് ഈ ഒരു വരുന്ന ഡിസംബർ എക്സാംസിൽ ഈ ഒരു MEC 101 എന്നുള്ള മൈക്രോ എക്കണോമിക്സിന്റെ ഈ ഒരു പേപ്പറിൽ എത്രമാത്രം നമുക്ക് എക്സാംസിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസും അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൽഫ് ഇവാലുവേഷൻ ക്രൈറ്റീരിയയും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതും, ഇപ്പൊ നമ്മുടെ ആൻസർ ഷീറ്റ് അവർ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ ഷീറ്റിലുള്ള ഓരോ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതിന്റെ ഓരോ പാറ്റേൺ ആയിക്കോട്ടെ, അതെല്ലാം എങ്ങനെയായിരിക്കണം എന്നുള്ളതും നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. നമുക്കറിയാം, നമുക്കിനി വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് എക്സാംസിലോട്ടുള്ളൂ. അപ്പൊ ഈ ഒരു റിവിഷൻ ചെയ്യുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇനി റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഏരിയാസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയാസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോഴത്തേന് നമുക്ക് വലിയൊരു ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർ കൺസെപ്റ്റ്സ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ബിഹേവിയർ, മാർക്കറ്റ് ഡൈനാമിക്സ്, ഗെയിം തിയറി, വെൽഫെയർ എക്കണോമിക്സ്, ജനറൽ അനാലിസിസ്, ഇത്രയും കാര്യങ്ങളും കൂടാതെ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇതെല്ലാം തിയറി ബേസ്ഡ് ആണ്. പക്ഷെ അതിന് കൂടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് കൺസെപ്റ്റുകളോടുണ്ട്. റിയൽ വേൾഡ് സിനാരിയോട്, അതായത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ എക്സാമ്പിൾസ് ആയിട്ടും കാര്യങ്ങൾക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ്, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻസ്, അതുപോലെ ഇത്തരം കാര്യങ്ങളും എന്ത് ചെയ്യാം, നല്ലപോലെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അതും നമുക്ക് എക്സാംസിലോട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും.
അടുത്തതായിട്ട് നമ്മുടെ ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ടോപ്പിക്കിൽ നിന്നിട്ടും എത്രമാത്രം ഓരോ ടോപ്പിക്സ്, അതായത് എത്രമാത്രം ഇമ്പോർട്ടൻസിലൂടെ അത് വന്നിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതാണ്, ഏത് ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ആണ്, എത്ര ടോപ്പിക്സോളം അതിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിലബസ് മാപ്പിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ബ്ലോക്ക് ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ, യൂണിറ്റ് 3 അതിൽ 20ാമത്തെ ടോപ്പിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 35 തവണ പാസ്റ്റ് എക്സാംസിൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് എക്സാംസിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്, ഹൈ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. അതുപോലെ പ്രൊഡ്യൂസർ ബിഹേവിയർ 3rd യൂണിറ്റ് ആണ്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഒരു 28 തവണയോളം ആ ഒരു ക്വസ്റ്റ്യൻസും അതിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് അതിനും കൊടുക്കണം. അതുപോലെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻസ് അത് നോക്കുവാണെങ്കിൽ 40 തവണയോളം അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു വളരെ ഹൈ ഇമ്പോർട്ടൻസ്, വളരെ നല്ല രീതിയിൽ ആ ഒരു ഏരിയാസ് നന്നായിട്ട് നോക്കി പോവുക. ജനറൽ ഇക്വിലിബ്രിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് യൂണിറ്റിലെ ജനറൽ ഇക്വിലിബ്രിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 22 തവണയാണ് അതിന്റെ ഫ്രീക്വൻസി ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അതിന് കൊടുക്കാനുള്ളത്. അതുപോലെ വെൽഫെയർ എക്കണോമിക്സ്, 4th യൂണിറ്റിലെ വെൽഫെയർ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ 30 തവണയോളം ആവർത്തിച്ച് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വളരെ ഹൈ ഇമ്പോർട്ടൻസ്, വളരെ വലിയ രീതിയിൽ തന്നെ അതിന് ആ ഒരു ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ എക്കണോമിക്സ് ഓഫ് അൺസർട്ടനിറ്റി, സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന എക്കണോമിക്സ് ഓഫ് അൺസർട്ടനിറ്റി നോക്കുവാണെങ്കിൽ 18 തവണയോളം ആ ഒരു ഏരിയാസിൽ നിന്നും നമുക്ക് ഫസ്റ്റ് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് അതിന് കാണാൻ പറ്റുന്നത്. അതുപോലെ നോൺ കോഓപ്പറേറ്റീവ് ഗെയിം തിയറി 3rd യൂണിറ്റിലുള്ളത്, അതുപോലെ നോൺ കോഓപ്പറേറ്റീവ് ഗെയിം തിയറി 2 അതും ഒരു മീഡിയം ഇമ്പോർട്ടൻസിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. 26 തവണയും 24 തവണയും അത് ചോദിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ്. അടുത്തായിട്ട് ഈ ഒരു ഫ്രീക്വൻസി, അതായത് നമ്മുടെ ഈ ഒരു ടോപ്പിക് വൈസ് ഓരോ ബ്ലോക്കിൽ നിന്നും എത്രമാത്രം ഫ്രീക്വൻസി നമുക്ക് ഇതിൽ ചോദിച്ചിട്ടുണ്ട്, അതല്ല ഈ ഒരു ഇതിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് ബ്ലോക്കിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു ബാർ ഡയഗ്രാമിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. ഫസ്റ്റ് വൺ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്നുള്ള ഇതിൽ നിന്നാണ്. ഒത്തിരി വളരെയധികം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കൺസ്യൂമർ ബിഹേവിയർ, പിന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് വെൽഫെയർ എക്കണോമിക്സ്. ബാക്കി എല്ലാത്തിനും ഒരു ഈക്വൽ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കേണ്ടത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിലാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37.5% വളരെയധികം ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് നമുക്ക് ഈ ഒരു ബുക്കിൽ സിലബസിലുള്ളത്. അതുപോലെ 62.5% ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ആണ് ബാക്കി നമുക്ക് വരുന്നത്. ഇനി ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്സി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഷോർട്ട് നോട്ട്സ് ആയിക്കോട്ടെ, എങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ വരുന്നത്, എത്രമാത്രം മാർക്ക് ആണ് അതിന് അലോക്കേറ്റ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പാരറ്റോ എഫിഷ്യൻസി, അതാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 20 മാർക്ക് 40 മാർക്കോളം അതിന് വരാറുണ്ട്. അപ്പോൾ അതിന് ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് കൊടുക്കുക, പിന്നെ അതിന്റെ ബോഡി, അതായത് ആ ഒരു ആൻസറിനെ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ഡയഗ്രമാറ്റിക് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ, അങ്ങനെയായിരിക്കണം. പാരഗ്രാഫ് ആയിട്ട് തിരിച്ച് എഴുതാൻ മാക്സിമം ശ്രമിക്കുക. വളരെ നീറ്റായിട്ട് വളരെ വൃത്തിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ഷോർട്ട് നോട്ട്സുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്ലസ്കി തിയറം ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിനും ഈ പറയുന്ന പോലെ ആ ഒരു അതിന്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ്, ആ ഒരു തിയറി എന്താണ്, അതിന്റെ ആ ഒരു സമ്മറിയും അതിന്റെ ആ ഡിസ്ക്രിപ്ഷൻസ് ആയിരിക്കും നമുക്ക് അതിൽ എഴുതേണ്ടിയിരിക്കേണ്ടത്. അതുപോലെ ഇപ്പോൾ ക്രിട്ടിക്സ് ദ എഫിഷ്യൻസി വേജ് മോഡൽ ഒരു 15 മാർക്കിനോളം വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എന്താണ് സ്പെസിഫിക് തിയറി എന്താണ്, ആ ഒരു മോഡൽ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് വളരെ ക്രിട്ടിക്സ് ആയിട്ട് എഴുതാന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ കേസ് സ്റ്റഡീസിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കോബ് മോഡൽസ്, ഡൈനാമിക്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ റിയൽ വേൾഡ് സിനാരിയോ ആയിട്ട് വളരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വളരെ നീറ്റിലായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് മാത്തമെറ്റിക്സ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാം, ആ ഒരു അതിന് അനലിറ്റിക്കലി വളരെ ക്വാണ്ടിറ്റേറ്റീവ് രീതിയിൽ വളരെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. ഇപ്പോൾ മാത്തമെറ്റിക്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക, ഡയഗ്രാമാറ്റിക്സ് ഒക്കെ നിങ്ങൾ വരച്ച് പഠിക്കുക, ഒരിക്കലും മാറിപ്പോകരുത്. ഡയഗ്രാം ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ മാത്സ് ആയിക്കോട്ടെ, എല്ലാം ഓരോ കാര്യങ്ങളും
അപ്പോൾ ചെറിയ ഡെറിവേഷൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണോ എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പ് വരുത്താനായിട്ട് മാക്സിമം ശ്രമിക്കാം. ഓരോ ബ്ലോക്ക് വൈസ് നിന്നും എത്രമാത്രം മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, എത്രമാത്രം അതൊന്നും ചോദിച്ചിട്ടുണ്ട് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുമ്പോൾ കൺസ്യൂമർ ബിഹേവിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ആവറേജ് മാർക്കോളം വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ ബിഹേവിയർ എന്നാണെങ്കിൽ 10 മാർക്കോളമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷനിൽ നോക്കുകയാണെങ്കിൽ 20 മാർക്കോളമാണ്. ജനറൽ ഇക്വിലിബ്രിയം നോക്കുവാണെങ്കിൽ 12 മാർക്കോളം, വെൽഫെയർ എക്കണോമിക്സിൽ നിന്ന് 15 മാർക്കോളം, എക്കോണമി ഓഫ് അൺസർട്ടനിറ്റിയിൽ നിന്ന് 8 മാർക്കോളം, നോൺ കോപ്പറേറ്റീവ് ഗെയിം തിയറി 1 നിന്ന് 10 മാർക്കോളം, അതുപോലെ നോൺ കോപ്പറേറ്റീവ് ഗെയിം തിയറി 2 നിന്ന് 10 മാർക്കോളം. അപ്പൊ ഈ ഒരു പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് ബ്ലോക്കിൽ നിന്നാണ്. അതുപോലെ സെക്കൻഡ് ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൺസ്യൂമർ ബിഹേവിയർ എന്നും അതുപോലെ വെൽഫെയർ എക്കണോമിക്സിനാണ് നമ്മൾ സെക്കൻഡ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കി എല്ലാത്തിനും ഒരു ഈക്വൽ മീഡിയം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ഒരു ബാർ ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഒരു മൂന്നാമത്തെ ബ്ലോക്കിലും അതുപോലെ ഫസ്റ്റ് ബ്ലോക്കിലും പിന്നെ വരുന്നത് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലാണ്. ബാക്കിയുള്ളതിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക, അതൊരിക്കലും മറന്നു പോകരുത്. ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു എത്രമാത്രം എസ് എ ക്വസ്റ്റ്യൻസിന് നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫൈവ് ഡയഗ്രാമിൽ നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. 40.0% നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ പാരഗ്രാഫ് ആയിട്ട് തിരിക്കുക. ഫസ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, അതിനുശേഷം അതിന്റെ ആ ഒരു ബോഡി കണ്ടന്റ് കാര്യങ്ങൾ അതുപോലെ ഗ്രാഫ് എല്ലാം നിങ്ങൾ എഴുതുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിൽ ഒരു കൺക്ലൂഷൻ നിങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെ പാരഗ്രാഫ് ആയിട്ട് തിരിച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു എസ് എ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അതിന്റെ പോയിന്റ്സുകളായിട്ട് നിങ്ങൾ ഒരു ലെക്ചർ നോട്ട് പോലെയോ അല്ലെങ്കിൽ പോയിന്റ്സുകളായിട്ടോ നിങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അടുത്തതായിട്ട് ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും ഒക്കെ എത്രമാത്രം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ഫസ്റ്റ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അത് 6 തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അത് ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ഇൻഡിഫറൻസ് കർവിന്റെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിരിക്കണം. ഏകദേശം 10 മാർക്കിനോളം വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 4ൽ നിന്നിട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതാണ് ഏറ്റവും കൂടുതൽ ഒരു 5 തവണയോളം അത് ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വന്നിട്ടുള്ളത്. അപ്പൊ അതിലും ഈ പറയുന്ന പോലെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ആ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ട് തന്നെ എഴുതിയിട്ട് തന്നെ പോവുക. മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ 7ാമത്തെ യൂണിറ്റിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് 7 തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വളരെയധികം ഇമ്പോർട്ടൻസ് ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കണം. നല്ലപോലെ ആ ഒരു ഏരിയാസ് കവർ ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നോക്കുമ്പോൾ നമ്മൾ ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും വരുന്ന ഇക്വിലിബ്രിയം അതിന്റെ ഗ്രാഫുകളും എല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നോക്കുമ്പോൾ ജനറൽ ഇക്വിലിബ്രിയത്തിൽ നിന്ന് 11ാമത്തെ യൂണിറ്റിൽ വാൾട്രിസിയൻ ഇക്വിലിബ്രിയം അത് 4 തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിലും ഈ പറയുന്ന പോലെ അതിന്റെ കണ്ടീഷൻസ് കാര്യങ്ങൾ എല്ലാം വളരെ വിശദീകരിച്ച് എഴുതിയിട്ട് പോവുക. കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് തന്നെ എഴുതണം എന്നുള്ളതാണ്. വെൽഫെയർ എക്കണോമിക്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 13ാമത്തെ യൂണിറ്റിൽ പാരറ്റ് ഓപ്റ്റിമാലിറ്റി
6 തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാറ്റ് ഒപ്റ്റിമാലിറ്റി എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ ഏറ്റവും ലാസ്റ്റ് ബ്ലോക്കിൽ നോക്കുവാണെങ്കിൽ 17ാമത്തെ യൂണിറ്റിൽ റിസ്ക് അവേർഷൻസ് 5 തവണയോളം റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന്റെ ആ ഒരു ടോപ്പിക് എന്താണ്, കൺസെപ്റ്റ് എന്താണ് എന്നുള്ള ആ ഒരു റിസ്കുകൾ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ എഴുതി പോവാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് 3rd ബ്ലോക്കിൽ നിന്നാണ്. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ടൈം ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ കൺസ്യൂമർ ബിഹേവിയറും അതുപോലെ വെൽഫെയർ എക്കണോമിക്സ് അതിൽ നിന്നാണ് റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 3 ബ്ലോക്കുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ വളരെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വളരെ നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ അതിൽ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു 3 ബ്ലോക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓരോ ടോപ്പിക്കും എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത് ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എത്രമാത്രം മാർക്കുകളാണ് അതിനുവേണ്ടി ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ള ഒന്നാണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു 3 ഉണ്ട്. പാറ്റ് ഒപ്റ്റിമാലിറ്റി, വാൾറേസിയൻ ഇക്വിലിബ്രിയം, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. രണ്ടും 16.4% ആണ് വരുന്നത്. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കുകൾ, ഈ പറയുന്ന ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ കവർ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാൾറേസിയൻ ഇക്വിലിബ്രിയം, പാറ്റ് ഒപ്റ്റിമാലിറ്റി, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, പിന്നെ വരുന്ന റിസ്ക് അവേർഷനും പ്രൊഡക്ഷൻ ഫംഗ്ഷനും. അപ്പൊ ഈ ഒരു 6 ടോപ്പിക്കുകളും നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു പോയിന്റ് പോലും വിടാതെ എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് വരുന്ന ആ ഒരു എക്സാംസിന് ഈ ഒരു ടോപ്പിക്സിന് വരാനുള്ള സാധ്യതകൾ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമുക്ക് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്നും ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രോബബിലിറ്റി ആണ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പ്രൊഡക്ഷൻ ഫംഗ്ഷന്, പെർഫെക്റ്റ് കോമ്പറ്റീഷന്, പ്ലസ് വാലേറിയൻ ഇക്വിലിബ്രിയം, പാറ്റ് ഒപ്റ്റിമാലിറ്റി, റിസ്ക് അവേർഷൻസ്. ഇത്രയും ടോപ്പിക്കുകൾ നിർബന്ധമായിട്ടും കവർ ചെയ്ത് പോവുക. അത് ഈ അടുത്ത എക്സാംസിനും ചോദിക്കാനുള്ള പ്രയോറിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രമാത്രം എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്സ്, ആ ഒരു ടോപ്പിക്കുകളും നിങ്ങൾ എന്താ ചെയ്തിരിക്കണം, വളരെ കൃത്യമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ പ്രോബബിലിറ്റി ഉള്ള 3 ടോപ്പിക്സും അതുപോലെ ഒരു മീഡിയം പ്രോബബിലിറ്റി ഉള്ള ഒരു 3 ടോപ്പിക്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഹൈ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അതായത് എസ്എ ക്വസ്റ്റ്യൻസ് വരുന്ന ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയസ് ആണത്. അതുപോലെ മീഡിയം പ്രോബബിലിറ്റി എന്ന് പറയുന്നതും നിങ്ങൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് തന്നെയാണ്, എസ്എ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു എല്ലാത്തിന്റെയും എസ്എ ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് ഒരു സ്ട്രക്ചർ എഴുതിക്കാം, വളരെ സ്ട്രക്ചർഡ് ആയിട്ട് വളരെ വൃത്തിയിലും നീറ്റിലും എഴുതാനായിട്ട് ശ്രമിക്കാം. നമുക്കൊരു ബുക്ക്ലെറ്റ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനൊരു പേജും കാര്യങ്ങളും എല്ലാം നോക്കണം. കൂടാതെ ഈ ഒരു പറയുന്ന പോലെ നമ്മൾ തിരിച്ച് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഒരു ബോഡി കൊടുത്ത് വീണ്ടും പിന്നെ എന്ത് ചെയ്യാം, അതിനൊരു കൺക്ലൂഷൻ ഒക്കെ കൊടുക്കുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് 3 മണിക്കൂറിന്റെ ടൈം സെറ്റ് ചെയ്ത് ഒരു എക്സാം എഴുതുന്ന അതേ ഒരു ലാഘവത്തോടെ നിങ്ങൾ ഇരിക്കുക. ഒരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് എക്സാമിന്റെ നമ്മൾ പേപ്പറും പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ശ്രദ്ധയോടെ വായിച്ച് എക്സാംസ് എഴുതുക. ഇത് എക്സാംസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് നമ്മുടെ ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സും നിങ്ങൾ അതിൽ വായിക്കുക. നിങ്ങൾ എഴുതിയതോ ഒന്ന് എടുത്ത് വെക്കുക. എത്രമാത്രം പോയിന്റ്സ് നമ്മൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. എത്രമാത്രം പോയിന്റ്സ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇനി ഏതെങ്കിലും എനിക്ക് അതിൽ ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് എനിക്ക് വരുത്താനുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സെക്ഷൻ എ എന്ന് പറയുന്ന ഒരു സെക്ഷൻ എ എന്ന് പറയുന്നതും സെക്ഷൻ ബി എന്ന് പറയുന്ന 2 സെറ്റ് ഉണ്ടായിരിക്കും. സെക്ഷൻ എയിൽ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരിക. നമുക്ക് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് 2 സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ എ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണും, സെക്ഷൻ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കാണും. അപ്പൊ സെക്ഷൻ എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ കമ്പൽസറി ആണ്. നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിരിക്കണം. സെക്ഷൻ ബിയിൽ നോക്കുവാണെങ്കിൽ 5 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്തതായിട്ട് വരുള്ളൂ. അപ്പൊ ഡയഗ്രാമാറ്റിക് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കുകൾ നോക്കണം. എത്ര മാർക്കിനനുസരിച്ച് എക്സാംസ് ആൻസേഴ്സ് എഴുതുക. അതുപോലെ ഡയഗ്രാമാറ്റിക് ഒക്കെ ഡയഗ്രാം യൂസ് ചെയ്യേണ്ട ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം വരച്ച് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
സെക്ഷൻ എയിൽ വരുന്ന കമ്പൾസറി ആയിട്ടുള്ളതാണ്, എല്ലാം അറ്റൻഡ് ചെയ്യണം. 50 മാർക്കിനാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ദ Sasky ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് എക്കോണമിക് സിഗ്നിഫിക്കൻസ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ ഇൻഡിവിജ്വൽസ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ യൂസ് ഇക്വൽ ടു xy is equal to x square y cube where x and y are two goods. Derive the optimal consumption bundle using the Lagrangian method given that the price of x and y are 2 rupees and 3 rupees respectively and income is 120 rupees. Compute the level of utility of achieved at the optimum bundle. 10 മാർക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എയും ബിയും ഉണ്ട്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കണ്ടീഷൻസ് ഓഫ് പാരറ്റ് ഓപ്റ്റിമാലിറ്റി ആൻഡ് ഇല്ലുസ്ട്രേറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എഡ്ജ്വർത്ത് ബോക്സ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഡിറൈവ് ദ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഇക്വിലിബ്രിയം എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് ഫേം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാംസ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി അനലൈസ് ദ എഫിഷ്യൻസി വേജ് മോഡൽ ആൻഡ് ഇംപ്ലിക്കേഷൻസ് ഫോർ ലേബർ മാർക്കറ്റ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെക്ഷൻ ബിയിൽ നോക്കുവാണെങ്കിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. 50 മാർക്കിലോട്ടാണ് വരുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച് കൺസ്യൂമർ ബിഹേവിയർ ഡിറൈവ് ദ പ്രൈസ് കൺസെപ്ഷൻ കർവ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ Carnot equilibrium and duopoly model. Derive the reaction function and find the equilibrium quantities of the following demand and cost conditions. Market demand P is equal to 100 minus Q, where Q is equal to Q1 plus Q2. Cost per unit C is equal to C2 is equal to 10. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ aeroparet coefficient of risk aversion. How does it help to understand a consumer's attitude towards risk? 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ Bayesian Nash equilibrium. Solve the following game using Bayesian's Nash equilibrium. ഇവയൊരു പട്ടിക കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധയോടെ വായിച്ചിട്ട് ആൻസർ ചെയ്യുക. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ജനറൽ ഇക്വിലിബ്രിയം ഇൻ പ്യുവർ എക്സ്ചേഞ്ച് എക്കോണമി. Their Waller's law justify the existence of equilibrium prices. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ implications of externalities in market. Provide examples of negative externalities and discuss possible policy interventions. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. Provide real world examples for each and discuss their implications for consumers welfare. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 12ാമത്തേത് എന്ന് പറയുമ്പോൾ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ടു. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. കോബ്ബർഗ് മോഡൽ, ഹിക്സിയൻ ആൻഡ് മാർഷലിയൻ ഡിമാൻഡ് ഫംഗ്ഷൻ, സ്റ്റാക്ബർഗ് മോഡൽ ഇൻ ഒളിഗോപോളി, സെക്കൻഡ് ഫണ്ടമെന്റൽ വെൽഫെയർ തിയറം. 10 മാർക്ക്. ഇത് ഷോർട്ട് നോട്ട് ആണ്. ഏതെങ്കിലും 2 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടൽ 10 മാർക്കാണ് അതിനും വരുന്നത്. അപ്പോൾ സെക്ഷൻ ബിയിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യന് മാത്രം ആൻസർ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കുക. വളരെ വൃത്തിയിൽ നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.